ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 21:15 മുതൽ 17 വരെ. എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവൻ ചെയ്ത അത്ഭുതങ്ങളെയും ദാവീദ് പുത്രന് ഹോശന്ന എന്ന ദേവാലയത്തിൽ ആർക്കുന്ന ബാലന്മാരെയും കണ്ടിട്ട് നീരസപ്പെട്ടു. ഇവർ പറയുന്നത് കേൾക്കുന്നുവോ എന്ന് അവനോട് ചോദിച്ചു. യേശു അവരോട്, ഉവ്വ്, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ പുകഴ്ച ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. പിന്നെ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് പുറപ്പെട്ടു ബഥാനിയിൽ ചെന്ന് അവിടെ രാത്രി പാർത്തു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവ് ദേവാലയത്തിൽ ചെയ്ത കാര്യങ്ങൾ, അതായത് വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പൊൻവാണിഭക്കാരെയും ഒക്കെ പുറത്താക്കുന്ന ആ ഒരു ചിത്രം ഇവിടെ കൂടി നിന്ന സാധാരണക്കാരായ ആളുകളിലും ബാലന്മാരിലുമൊക്കെ അത്ഭുതമാണ് ഉളവാക്കിയത്. അന്നുവരെ ആരും പ്രതികരിക്കാതിരുന്ന മത പൗരോഹിത്യ അരാജകത്വത്തിനെതിരെ കർത്താവ് ചാട്ടവാറെടുത്തത് തീർച്ചയായും ഒരു വിപ്ലവാത്മകമായ മുന്നേറ്റം തന്നെയായിരുന്നു. കച്ചവടം നിർത്തലാക്കിയതും രോഗികൾക്ക് സൗഖ്യം കൊടുത്തതുമൊക്കെ അതിനോട് ചേർത്ത് വായിക്കാം. ഇത് കണ്ടപ്പോൾ ജനക്കൂട്ടം മുഴുവൻ യേശുവിൻ്റെ പക്ഷം ചേർന്നു. ആ ഒരു വിസ്മയമാണ് കുട്ടികളുടെ ആർപ്പുവിളിയിൽ കാണുന്നത്. അതായത് ജ്ഞാനികൾ ഗ്രഹിക്കാതെ പോയ സുവിശേഷം ശിശുക്കൾ മനസ്സിലാക്കിയിരിക്കുന്നു. ആ ഒരു വചനത്തിൻ്റെ പൂർത്തീകരണമായി ഇതിനെ കണക്കാക്കാം. പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും നിലവിലുള്ള സ്ഥാപനത്തിനെതിരെയുള്ള യേശുവിൻ്റെ നീക്കത്തിൻ്റെ പോക്ക് എവിടേക്കാണെന്ന് ഊഹിക്കാൻ പ്രധാന പുരോഹിതന്മാർക്ക് പ്രയാസമില്ല. യഹൂദ മേധാവികളുടെ അനുവാദത്തോടെയാണ് അവർ കച്ചവടം നടത്തിയിരുന്നത്. അതുകൊണ്ട് കച്ചവടക്കാരെ ഒഴിപ്പിച്ചത് യഹൂദ മത മേധാവിത്വത്തിനെതിരെയുള്ള വെല്ലുവിളിയായിരുന്നു. അവരും വൈദേശിക സാമ്രാജ്യത്വ ശക്തിയായ റോമായും തമ്മിലുണ്ടാക്കിയ കരാർ തകർന്ന് പോകുന്നു. യഹൂദ മതമേലധ്യക്ഷന്മാർക്ക് അധികാരത്തിൽ തുടരാൻ റോമ അനുവാദം നൽകി. പ്രത്യുപകാരമായി കൂടുതൽ നികുതിയും ചുങ്കവും റോമ സാമ്രാജ്യത്തിന് കൊടുക്കണം. അത് സംഘടിപ്പിക്കാനുള്ള ശ്രമമാണ് ദേവാലയത്തിലെ കച്ചവടത്തിൻ്റെ മറ്റൊരു പ്രേരണ. അതാണ് ഇപ്പോൾ തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. അതുകൊണ്ട് യേശുവിനെതിരെ കലിതുള്ളി പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞന്മാരുമൊക്കെ വരുന്നു. അതുകൊണ്ട് 17-ാം വാക്യത്തിൽ വായിക്കുന്നു, അവൻ അവരെ വിട്ട്, അതായത് മറ്റൊരു ഏറ്റുമുട്ടലിൽ നിൽക്കാതെ പെസഹ പെരുന്നാളിന് വരുന്ന തീർത്ഥാടകർക്ക് നഗരത്തിന് പുറത്ത് താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ടാവും. അതുപോലെ യേശുവിൻ്റെ ശിഷ്യന്മാരും തങ്ങൾക്ക് താമസ സൗകര്യം ഏർപ്പെടുത്തിയിരുന്നുവെന്ന് അനുമാനിക്കാൻ വകയുണ്ട്. ലൂക്കോസ് 22-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യത്തിൽ ഇത് നമുക്ക് വായിക്കാം. അപ്പോൾ ഈ ഒരു കാര്യം ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു പൂർത്തീകരണമായി നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. ശിഷ്യന്മാരും ഒരു ദിവസം നിശബ്ദരാകാൻ സാധ്യതയുണ്ട്. യേശുവിനെ ഏറ്റുപറയുന്നത് നിശബ്ദമാക്കാൻ യഹൂദന്മാർക്ക് കഴിഞ്ഞേക്കും. എന്നാൽ ക്രിസ്തു യെരുസലേമിലേക്ക് വന്നെങ്കിലും അത് അവനെ നിരസിച്ചുവെന്ന് നശിപ്പിക്കപ്പെട്ട യെരുസലേമിലെ കല്ലുകൾ ആർത്തു വിളിക്കും. ക്രിസ്തുവിൻ്റെ ആ ജൈത്രയാത്ര ഇന്നും ഭൂമിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. അന്ന് വീശിയ ഈന്തപ്പനയുടെ കുരുത്തോലകൾ വാടി, അന്ന് ആലപിച്ച ഗാനങ്ങൾ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നു.
എന്നാൽ അവൻ്റെ ബഹുമാനാർത്ഥമുള്ള ഘോഷയാത്രയിൽ ലക്ഷോപലക്ഷങ്ങൾ ഇന്നും ചേർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും രക്തസാക്ഷികളും എല്ലാ കാലത്തുമുള്ള വിശുദ്ധന്മാരും ആ അണിയിലുണ്ട്. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചവരെല്ലാം ഈ ഘോഷയാത്രയിലുണ്ട്. അതാണ് വിശുദ്ധ യോഹന്നാന് പത്മോസ് ദ്വീപിൽ ലഭിച്ച ആ വലിയ വെളിപ്പാട്. ക്രൂശിൻ്റെ ശക്തിയാൽ രക്ഷിക്കപ്പെട്ട വൃദ്ധന്മാരും ബാലന്മാരും ബലഹീനരായ സ്ത്രീകളും കന്യകമാരും ദാവീദ് പുത്രന് ഹോശന്ന എന്ന് ആർത്ത് വിളിക്കുന്നു. അതുകൊണ്ട് ഏത് ശക്തികൾ ശ്രമിച്ചാലും ഈ ആർപ്പുവിളി ലോകത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുകയില്ല. ഭയപ്പെടുത്തലുകൾ ഉണ്ടാവാം, ഭീഷണികൾ ഉണ്ടാവാം, അധികാര സ്രോതസ്സിൻ്റെ വലിയ കിരാതമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാവാം. എങ്കിലും ക്രിസ്തുവിനെ ആർത്ത് വിളിക്കുന്ന ആർപ്പ് വിളികൾ ഒരിക്കലും അസ്തമിച്ചു പോകില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ആർത്തില്ല എങ്കിൽ ഈ കല്ലുകൾ ആർക്കും. മഹത്വത്തിൻ്റെ രാജാവിനെ മഹത്വവൽക്കരിക്കുന്ന ആർപ്പ് വിളികൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും കർത്താവ് നമുക്ക് ചെയ്ത അത്ഭുതങ്ങളെയും അതിശയങ്ങളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് ആർപ്പ് വിളിക്കാതിരിക്കാൻ കഴിയില്ല. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. മഹത്വത്തിൻ്റെ പ്രത്യാശയായി ഞങ്ങളുടെ കർത്താവെ, പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. ഇന്ന് പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ജീവിത സരണികളിൽ, ആവശ്യങ്ങളിൽ, കണ്ടുമുട്ടലുകളിൽ, ഇടപെടലുകളിൽ കർത്താവിൻ്റെ സാന്നിധ്യം പകർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ലജ്ജിച്ചു പോകാതെ ജീവിപ്പാൻ ഇന്ന് പകലിൽ ഞങ്ങളെ സഹായിക്കണമേ. ആർപ്പ് വിളികൾ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉയരുവാൻ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ. യേശുമശിഹാ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.